വെറും എഗ്രിമെൻ്റ് ആണെന്ന്. ഇതിലൊരു ആത്മാർത്ഥതയും പ്രതീക്ഷിക്കേണ്ട. തനിക്ക് എൻ്റെ കുഞ്ഞിനെ തരുന്നത് വരെ ഇവിടെ എൻ്റെ വീട്ടിൽ ഈ മുറിയിൽ താമസിക്കാം. എനിക്ക് പണ്ടേ ഈ വിവാഹം എന്നൊരു ആചാരത്തിന് താല്പര്യമില്ല. പിന്നെ എൻ്റെ അച്ഛമ്മയുടെ ഒറ്റ നിർബന്ധമാണ് എൻ്റെ ചോരയിലൊരു കുഞ്ഞ് വേണമെന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നെ കെട്ടിയത്. നീയാകുമ്പോൾ നിനക്ക് ആകെയുള്ള ഒരു അമ്മയാണ്. അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി നീയും ഈ വേഷം കെട്ടിന് ഇറങ്ങിയിരിക്കുന്നത്. മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും അനുസരിച്ച് ഇവിടെ ഞാൻ പറയുന്ന കാലം വരെ നിന്നോണം. അതിനുള്ള പണം ഞാൻ നിനക്ക് തരും. അതിനുശേഷം ഒരു കാറ്റുപോലെ ആൾ ഇറങ്ങിപ്പോയി വാതിൽ കൊട്ടിയടച്ചു. ഇതെല്ലാം കേട്ട് വേദനിച്ച ഹൃദയവുമായി തനിക്ക് ആ മുറിയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാനേ കഴിഞ്ഞുള്ളൂ. പിറ്റേന്ന് തന്നെ ജോലിയുടെ ആവശ്യമായി തൻ്റെ ക്വാർട്ടേഴ്സിൽ പോകുവാണെന്ന് അച്ചമ്മയോട് പറഞ്ഞ് തന്നെയും കൂട്ടിയിറങ്ങി. അച്ചമ്മയുടെ മുൻപിൽ തന്നെ വളരെ ഇഷ്ടമാണെന്ന രീതിയിലായിരുന്നു ആരവേട്ടൻ പെരുമാറിയത്. ക്വാർട്ടേഴ്സിലെത്തിയ നിമിഷം മുതൽ പിന്നെയും ഞങ്ങൾ ആ മുറിയിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെയായിരുന്നു. ആരവേട്ടൻ തൻ്റെ ജോലിയുടെ ആവശ്യത്തിനായി രാവിലെ എന്നും പോകും. വൈകിട്ട് 6 മണിയാകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ 2 ദിവസം കടന്നുപോയി. അടുത്ത ദിവസം വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ആരവേട്ടൻ തൻ്റെ അടുക്കൽ വന്നത് താൻ ഭീതിയോടെയാണ് നോക്കിയത്. ജാൻവി, തന്നെ ഞാൻ കെട്ടിയത് എന്തിനാണെന്ന് തനിക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ എഗ്രിമെൻറ്റും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കരാർ പാലിച്ച് അതിൻ പ്രകാരം എനിക്ക് എൻ്റെ കുഞ്ഞിനെ തന്നാൽ തനിക്ക് ഫ്രീ ആയി തൻ്റെ കാര്യം നോക്കിപ്പോവാം. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അവകാശം പറഞ്ഞ് വന്നേക്കരുത്. ആ വാക്കുകൾക്ക് മുന്നിൽ അസ്ത്രമില്ലാതെ നിൽക്കാനേ തനിക്കായുള്ളൂ എന്ന് ജാൻവി ഓർത്തു. എത്രയും പെട്ടെന്ന് താൻ അതിന് തയ്യാറാവണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. എല്ലാം നേരത്തെ തന്നെ പറഞ്ഞതും സമ്മതിച്ചതുമല്ലേ. ഇനി അതിന് താമസമുണ്ടാവരുത്. കേട്ടല്ലോ. അരവിൻ്റെ ആ വാക്കുകൾ തൻ്റെ കാതുകളിൽ വീണ്ടും വർഷങ്ങൾക്ക് മുൻപുണ്ടായ വെപ്രാളം സൃഷ്ടിച്ചു. തൻ്റെ സമ്മതമില്ലാതെ ഒരിക്കൽ പോലും തന്നെ ദേഷ്യത്തോടെ ആരവേട്ടൻ പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എഗ്രിമെൻ്റ് ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടെങ്കിലും തനിക്ക് അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞിരുന്ന നാളുകൾ വെറുക്കപ്പെട്ടതായി തോന്നിയിട്ടില്ല. തന്നിലെ പെണ്ണിനെ ഒരിക്കലും മറ്റൊരു രീതിയിൽ അപമാനിച്ചിട്ടില്ല. അതാവാം തനിക്ക് ഇതൊരു എഗ്രിമെൻ്റ് ആയിട്ട് പോലും ആരവേട്ടൻ്റെ മറ്റു സമയമുള്ള അവഗണന പോലും തനിക്ക് ആളോട് ദേഷ്യം തോന്നിക്കാത്തത്. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. വിവാഹത്തിന് 5 മാസത്തിന് ശേഷം താൻ ഗർഭിണിയാണെന്നറിഞ്ഞു. ആരവേട്ടൻ സന്തോഷിക്കുന്നത് കണ്ടു. പക്ഷെ ആ മുഖത്ത് താൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആ മുഖം കടന്നൽ കുത്തിയതുപോലെയായി. അതിനുശേഷം ആരവേട്ടൻ ഒരു ജോലിക്കാരിയെ നിർത്തി തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി. എന്നാലല്ലേ തൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് അദ്ദേഹത്തിന് കിട്ടൂ. ആ ദിവസങ്ങളിലൊന്നും ആരവേട്ടൻ ക്വാർട്ടേഴ്സിൽ വരുന്നത് ചുരുക്കമായിരുന്നു. വരുമ്പോഴെല്ലാം തൻ്റെ ഉദരത്തിൽ കൗതുകത്തോടെ നോക്കുന്ന ആളെ താൻ കണ്ടിട്ടുണ്ട്. താൻ നോക്കുമ്പോൾ ആ മുഖം മാറ്റും. സ്കാനിങ്ങിന് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ തൻ്റെ കൂടെ അകത്ത് കയറാറില്ല. ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആരവേട്ടൻ്റെ കൂടെ പഠിച്ചതുകൊണ്ട് തന്നെ ആൾക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയാമായിരുന്നു. അതും തനിക്കൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ആദ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉള്ള റിപ്പോർട്ട് മേശപ്പുറത്തിരിക്കുന്നത് കണ്ട് അതെടുത്തു നോക്കാൻ പോയ ആരവേട്ടൻ തന്നെ കണ്ട് ആ റിപ്പോർട്ട് അതുപോലെ അവിടെ വെച്ചിട്ട് പോയി. തൻ്റെ കുഞ്ഞിനെ താൻ പുറത്തു വന്നിട്ട് കണ്ടോളാം, അല്ലാതെ നിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ തനിക്ക് കാണണ്ട എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്കാനിങ് ചെയ്യുമ്പോൾ ഒന്നും ആരവേട്ടൻ തൻ്റെ കൂടെ കയറിയില്ല. അതും തനിക്കൊരു അനുഗ്രഹമായിരുന്നു. 3 മാസത്തിനു ശേഷമുള്ള സ്കാനിങ്ങിന് പോയപ്പോൾ തന്നെ തേടിയ സന്തോഷ വാർത്ത വന്നത് തൻ്റെ ഉദരത്തിലുള്ളത് 1 അല്ല 2 കുഞ്ഞുങ്ങളാണെന്ന്. ആദ്യം ഒത്തിരി സന്തോഷമായെങ്കിലും തൻ്റെ 2 പൊന്നോമനകളെയും താൻ എങ്ങനെ മറന്ന് ജീവിക്കുമെന്ന് ഓർത്തു. അപ്പോഴാണ് ആരവേട്ടന് ഒരു കുഞ്ഞിനെ വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഒരു കുഞ്ഞിനെ തനിക്ക് തരാമോ എന്ന് ചോദിച്ചാലോ എന്ന് ആലോചിച്ചു. ഇല്ല, അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ എനിക്ക് തരില്ല. അതുകൊണ്ട് ഇരട്ടക്കുട്ടികളാണെന്ന് അദ്ദേഹത്തെ അറിയിക്കാതെ ഇരിക്കാമെന്ന് ചിന്തിച്ചു. പക്ഷേ ഡോക്ടർ പറഞ്ഞാലോ അദ്ദേഹത്തിനോട് എന്നോർത്തപ്പോൾ ഒരു വഴിയേ കണ്ടുള്ളൂ. തൻ്റെ ജീവിതവും എഗ്രിമെൻറ്റും എല്ലാം ഡോക്ടറിനോട് പറഞ്ഞു കൊണ്ട് 2 കുഞ്ഞുങ്ങളാണെന്നുള്ള കാര്യം ഏട്ടനെ അറിയിക്കരുതെന്ന് അപേക്ഷിച്ചു. അതുപോലെ പ്രസവം കഴിഞ്ഞ ഉടനെ തൻ്റെ കുഞ്ഞുങ്ങളിൽ ഒരാളെ തനിക്ക് നൽകണമെന്നും എഗ്രിമെൻ്റ് പ്രകാരം പ്രസവം കഴിഞ്ഞാൽ ഉടനെ ഒരു കുഞ്ഞിനെ അദ്ദേഹത്തെ ഏൽപ്പിച്ച് മറ്റേ കുഞ്ഞിനെയും കൊണ്ട് താൻ പൊയ്ക്കോളാമെന്ന് പറഞ്ഞു. ആദ്യം ഡോക്ടർ വിസമ്മതിച്ചെങ്കിലും പിന്നീട് തൻ്റെ ദയനീയ അവസ്ഥ കണ്ട് അവർ കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചു. അത് തനിക്കൊരാശ്വാസമായിരുന്നു. ആരവേട്ടൻ വല്ലപ്പോഴുമേ വരികയുള്ളായിരുന്നെങ്കിലും എനിക്കുണ്ടായിരുന്നു തൻ്റെ വീർത്തു വരുന്ന തൻ്റെ ഉള്ളിൽ 2 കുഞ്ഞുണ്ടെന്ന് അദ്ദേഹം അറിയുമോ എന്ന്. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും നടന്നില്ല. ഇടയ്ക്കെപ്പോഴോ
താൻ അറിയുന്നുണ്ടായിരുന്നു. താൻ ഉറങ്ങിയെന്ന് വിചാരിച്ച് ഒച്ചയുണ്ടാക്കാതെ തൻ്റെ അടുത്ത് വന്ന് തൻ്റെ ഉദരത്തിൽ സ്പർശിച്ച് തൻ്റെ കുഞ്ഞിൻ്റെ ചലനം നോക്കുന്ന ആരവേട്ടനെ. അതുപോലെ തന്നെ തനിക്ക് അതിശയമായിരുന്നു അദ്ദേഹം തൻ്റെ നെറ്റിയിൽ പതിപ്പിക്കുന്ന ചുംബനങ്ങളും. പക്ഷേ അപ്പോഴും തൻ്റെ മനസ്സ് പറഞ്ഞു, അത് കണ്ട് സന്തോഷിക്കല്ലേ ജാൻവി, അത് അയാളുടെ കുഞ്ഞിനോടുള്ള സ്നേഹമാണ്. ആ കുഞ്ഞിനെ കിട്ടിക്കഴിയുമ്പോൾ നീ അയാളുടെ മുൻപിൽ പോയി നിൽക്കരുതെന്ന് എഗ്രിമെൻ്റ് നീ ഓർക്കണമെന്ന്. പ്രസവത്തിൻ്റെ അന്ന് തനിക്ക് വയ്യാതായ സമയം അത്യാവശ്യമായൊരു മേജർ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആരവേട്ടന്. അതുകൊണ്ട് തന്നെ പ്രസവം നടന്ന പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് തൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും അവിടെ എത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് പുലരും മുൻപ് തന്നെ ഡോക്ടറിനോടും നേരത്തെ തൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കാര്യം ആരവേട്ടൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ പ്രസവശേഷം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ തരരുതെന്നും അദ്ദേഹത്തിനെ തന്നെ ഏൽപ്പിക്കണമെന്നും പറഞ്ഞു ഡോക്ടറിനോട് അദ്ദേഹം ബഹളം വെച്ചതുമെല്ലാം ഇന്നും തൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു എന്ന് ജാൻവിയുടെ കണ്ണുകൾ ചാലുകൾ തീർത്തു തെളിയിച്ചു. അങ്ങനെ അന്ന് തൻ്റെ മോനെയും കൊണ്ട് മാറി നിൽക്കുമ്പോൾ കണ്ടിരുന്നു തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടെ ചുംബിച്ച ആരവേട്ടനെ. പെൺകുഞ്ഞിനെ എടുക്കാനാണ് ആദ്യം തോന്നിയത്. പക്ഷേ അവളെ ഏട്ടന് വിട്ടുകൊടുത്തത് ഏട്ടൻ അറിയാൻ വേണ്ടിയാണ് ഒരു പെൺകുഞ്ഞിൻ്റെ ജീവിതം എന്താണെന്ന്. സ്വന്തം രക്തമായതുകൊണ്ട് തന്നെ അവളോട് വെറുപ്പ് കാണിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ ദൃശ്യങ്ങൾ അത് തെളിയിക്കുകയും ചെയ്തു. എല്ലാം ഓർത്തുകൊണ്ട് എപ്പോഴും ജാൻവി തൻ്റെ കണ്ണുകൾ നിദ്ര പുൽകിയത് അറിഞ്ഞില്ല. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ അപ്പൂസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. സിദ്ധാർത്ഥവും ആരവും കൂടി അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. വാവാച്ചി, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ആ പപ്പ, മോള് കട്ട് ചെയ്യാം. ആ, മോള് തന്നെ കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ആരവ് അപ്പൂസിനെയും കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. അവൾ അതിൽ നിന്നും ഒരു പീസ് എടുത്ത് ആരവിന് നേരെ നീട്ടി. ആരവ് അത് വാങ്ങി അപ്പൂസിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അപ്പൂസ് ബാക്കി ആരവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അടുത്ത പീസ് കേക്ക് അവൾ സിദ്ധുവിന് നേരെ നീട്ടി. സിദ്ധു അതിൽ നിന്ന് കുറച്ചെടുത്ത് അപ്പൂസിന് വെച്ച് കൊടുത്തിട്ട് അവളുടെ മൂക്കിൻ്റെ തുമ്പിൽ കുറച്ച് ക്രീം തേച്ചു. അത് കണ്ട് അപ്പൂസ് സിദ്ധുവിനെ കൂർപ്പിച്ചു നോക്കി. അവളുടെ കയ്യിലിരുന്ന പീസ് എടുത്ത് സിദ്ധുവിൻ്റെ മുഖം മൊത്തം തേച്ചു. അത് കണ്ട് ആരവ് ചിരിച്ചു. ഞാൻ അപ്പോഴേ ഓർത്തു അവളെന്താ ഒന്നും ചെയ്യാത്തതെന്ന്. എന്തായാലും കൊള്ളാം എൻ്റെ സിദ്ധുവേ, നീ ആയിട്ടല്ലേ അവളെ ഞോണ്ടാൻ പോകുന്നു. നിൻ്റെ അല്ലേ അവൾ, ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അദ്രു മുറിയിൽ വന്ന് അമ്മയെ നോക്കിയപ്പോൾ ജാൻവി തറയിൽ ഭിത്തിയിൽ ചാരിയിരുന്ന് ഉറങ്ങുന്നതാണ് കണ്ടത്. അത് കണ്ട് അദ്രുവും തറയിൽ ചെന്നിരുന്ന് ജാൻവി നീട്ടിവെച്ച അവളുടെ കാലിൽ തലവെച്ച് അവൻ്റെ മുഖം അവളുടെ വയറിൽ അമർത്തി കിടന്നു. എപ്പോഴോ അവനെയും നിദ്ര മാടി മാടി വിളിച്ചു. പപ്പാ. എന്താടാ? പപ്പ, എനിക്ക് അമ്മയില്ലേ? അപ്പൂസിൻ്റെ ആ ചോദ്യം ആരവിനെ നടുക്കി. എന്തു പറയും താൻ കാരണമല്ലേ തൻ്റെ മോൾക്ക് അവളുടെ അമ്മയുടെ ചൂടും പാലും സ്നേഹവും ഒന്നും കിട്ടാതിരുന്നത്. താൻ എന്തൊരു ദുഷ്ടനാണ്. തൻ്റെ എടുത്തുചാട്ടമാണ് ഇതിനെല്ലാം കാരണം. പാവം എൻ്റെ കുഞ്ഞ്, അവൾക്കും ആഗ്രഹം കാണില്ലേ അവളുടെ അമ്മയെ കാണാൻ. അങ്ങനെ ആരവ് ചിന്തയിലായിരുന്നു. പപ്പ, അർജുന് അമ്മയുണ്ടല്ലോ, എനിക്കെന്താ ഇല്ലാത്തേ എന്ന അപ്പൂസിൻ്റെ ചോദ്യം ആരവിനെ കുറ്റബോധത്തിൽ കൊണ്ടെത്തിച്ചു. അപ്പൂസെ, വാവയുടെ ആരാ പറഞ്ഞത് വാവയ്ക്ക് അമ്മയില്ലെന്ന്? വാവയ്ക്ക് അമ്മയുണ്ടോ വാവച്ചി? വാവയുടെ അമ്മ ഉടനെ വരൂട്ടോ മോളെ കാണാൻ. ആന പപ്പ, സത്യം എന്ന് കണ്ണുവിടർത്തി തന്നെ നോക്കുന്ന അപ്പൂസിനെ കണ്ടപ്പോഴേ മനസ്സിലായി അവൾ എത്രത്തോളം അവളുടെ അമ്മയെ ആഗ്രഹിക്കുന്നുണ്ടെന്ന്. ആടാ സത്യം, നമുക്കിപ്പോൾ ചാച്ചാൻ വാവേ എന്ന് പറഞ്ഞ് ആരവ് അപ്പൂസിനെ ഉറക്കാൻ തട്ടിക്കൊടുത്തു. അപ്പൂസിൻ്റെ കണ്ണുകൾ പതിയെ നിദ്ര തഴുകി. ആരവ് പതുക്കെ അപ്പുവിനെ തൻ്റെ നെഞ്ചിൽ നിന്നും മാറ്റിക്കിടത്തി പുതപ്പിച്ചു. അവൾക്ക് ഒരു ചുടുചുംബനവും നൽകി ബാൽക്കണിയിലേക്ക് നടന്നു. ജാൻവി, നീ എവിടെയാണ്? ആദ്യമൊക്കെ നിന്നോട് അങ്ങനെ പറഞ്ഞെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നീ ഉദരത്തിൽ പേറിയതിനു ശേഷം നിന്നെ ഞാൻ ഉള്ളുകൊണ്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ. പുറത്ത് പ്രകടിപ്പിച്ചില്ലെങ്കിലും നീ വാക്കു പാലിക്കാനായി എന്നെ കാണാതെ നമ്മുടെ കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചു പോയി കളയുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. നമ്മുടെ കുഞ്ഞ് വന്നതിന് ശേഷം നിന്നെ എന്നേക്കുമായി ജീവിതത്തിൽ കൂട്ടണമെന്ന് കരുതിയതാണ് ഞാൻ. പക്ഷേ ജാൻവി, നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. നീ എവിടെയായാലും ഞാൻ നിന്നെ കണ്ടെത്തും ജാൻവി. എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും കൂടി വേണ്ടി. എനിക്ക് നിന്നെ പ്രണയിക്കണം എൻ്റെ അവസാന ശ്വാസം വരെ. എന്താണ് തനിക്ക് പറ്റിയത്?
എന്തുകൊണ്ടാണ് കണ്ണടയ്ക്കുമ്പോൾ എല്ലാം തൻ്റെ കണ്ണിൽ ആ കുഞ്ഞിനെ കാണുന്നത്? ബീച്ചിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ അവൻ തൻ്റെ ഉള്ളിൽ പതിഞ്ഞിരിക്കണം. പക്ഷെ ഇന്ന് അവനെ കണ്ടപ്പോൾ, അവൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന അവൻ്റെ ഉത്സാഹം കണ്ടപ്പോൾ താൻ അവനിൽ കണ്ടത് തന്നെ തന്നെയല്ലേ? എന്തിനായിരിക്കും അവനെ കണ്ടപ്പോൾ തനിക്ക് തൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നത്? അവൻ്റെ ആ പ്രായത്തിൽ ഞാനും അവനെപ്പോലെയല്ലായിരുന്നോ? എന്നാൽ തനിക്കും ജീവനല്ലായിരുന്നോ? എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവർ തകർത്ത് കളഞ്ഞല്ലേ? അവർ ആരാണ് എന്നെ ഇങ്ങനെ ആക്കിയത്? അവർ കാരണമാണ് ഞാൻ എൻ്റെ ജാൻവിയെപ്പോലും അങ്ങനെ കണ്ടത്. സ്വത്തിനും പണത്തിനും വേണ്ടി അവർ ഇല്ലാതാക്കിയത് എൻ്റെ അച്ഛൻ്റെ ജീവനും എൻ്റെ മനസ്സുമായിരുന്നു. അത്രയും സന്തോഷത്തോടെ പാറിപ്പറന്ന് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന താൻ അന്നത്തെ ഒറ്റ രാത്രിയുടെ ദൃശ്യങ്ങൾ എൻ്റെ ആ മനസ്സിനെ മൃതിലേക്ക് തള്ളിവിടാൻ കഴിവുള്ളതായിരുന്നു. അതിനു മുൻപ് വരെ അമ്മ എന്ന വാക്കും ആ രൂപവും തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. പക്ഷേ അവർക്ക് താലി കെട്ടിയ പുരുഷനെയും അവളുടെ ഉദരത്തിൽ പിറവിയെടുത്ത മകനായ തന്നേക്കാളും വലിയ പണക്കാരനായ മറ്റൊരുത്തൻ്റെ ചൂടായിരുന്നു. അവർക്ക് എങ്ങനെ സാധിച്ചു അത്? അവരെ കൈവളയല്ലേ എൻ്റെ അച്ഛൻ കൊണ്ടു നടന്നത്? ആ കൈകൾ അവരെ ചേർത്ത് പിടിച്ചതല്ലാതെ ഒരിക്കൽ പോലും ആ കൈകൾ അവരെ തല്ലിയത്. എന്തിനേറെ പറയുന്നു, അവർ അത്ര വലിയ തെറ്റ് ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടും എന്തായിരിക്കും അച്ഛൻ അവരെ ഒന്നും ചെയ്യാതിരുന്നത്? പക്ഷേ അതിന് അച്ഛൻ ഉത്തരം നൽകിയത് ഉത്തരത്തിൽ തൂങ്ങിയാടിയായിരുന്നു. അന്നത്തെ സംഭവങ്ങൾ തൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മനസ്സിലാക്കി വേദനയോടെ ആരവ് അവൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു. തൻ്റെ സംഘർഷങ്ങൾ തെല്ലൊന്നടങ്ങിയപ്പോൾ ആരവ് പതിയെ തൻ്റെ കണ്ണുകൾ തുറന്നു. ാണ് പെണ്ണെന്ന വർഗത്തെ. പുച്ഛം തോന്നി ആ വർഗത്തോട് തന്നെ. അവർ ഒരാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് ഞാൻ ഉള്ളിൽ താലോലിച്ച എൻ്റെ മനോഹരമായ കുടുംബമായിരുന്നു. എന്നെ ജീവന തുല്യം സ്നേഹിച്ച എൻ്റെ അച്ഛനെയായിരുന്നു. പക്ഷെ ജാൻവി, അവൾ ഞാൻ മനസ്സിൽ കരുതിയ നീജ എന്ന പെണ്ണിന് സ്നേഹത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും ക്ഷമയുടെയും മുഖം നൽകി. അവൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി, തൻ്റെ ജന്മം നൽകിയ അമ്മയ്ക്ക് വേണ്ടി അവൾ ബലി നൽകിയത് അവളുടെ ജീവിതമായിരുന്നു. അവൾക്ക് അവരെ നിഷ്പ്രയാസം തള്ളിക്കളയാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ ഒരു പരാതിയും കൂടാതെ തന്നെ അനുസരിച്ചു. അവളുടെ അമ്മയ്ക്ക് വേണ്ടി. അന്നും തനിക്ക് അവളോട് പുച്ഛമായിരുന്നു. എന്നാൽ അവൾ താൻ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിട്ടേ ഉള്ളൂ. എല്ലാം വെറുമൊരു എഗ്രിമെൻ്റ് ആയിരുന്നിട്ട് പോലും താൻ വേദനിക്കുന്നത് അവൾക്ക് സഹിക്കില്ലായിരുന്നു. തൻ്റെ അംശത്തെ ഉദരത്തിൽ പേറിയ സമയത്ത് അവൾ എത്രയോ തവണ തൻ്റെ മുഖത്തെ സന്തോഷം കാണാൻ വേണ്ടി തന്നിൽ മിഴിനട്ട് നിന്നിരിക്കുന്നു. അവളെ ഒരിക്കലും താൻ ചേർത്ത് പിടിച്ചിട്ടില്ല. പ്രണയിക്കുന്നു എന്ന് അവളോട് പറഞ്ഞിട്ടില്ല. എന്നും കൂടെയുണ്ടാവുമെന്ന് വാഗ്ദാനവും നൽകിയിട്ടില്ല. എന്നിട്ടും അവൾ എന്നെ പ്രണയിച്ചു. പലപ്പോഴും അവൾ തനിക്ക് നല്ലൊരു അമ്മയായി മാറിയിട്ടുണ്ട്. പനി പിടിച്ച് പൊള്ളിപ്പിടഞ്ഞപ്പോൾ തന്നെ അവൾ താൻ പോലും പറയാതെ പരിചരിച്ചു. അതും അവൾ പൂർണ്ണ ഗർഭിണിയായിട്ട് പോലും അവളുടെ മുൻപിൽ അവളെ നോക്കാതിരുന്ന സമയത്ത്. ആ സമയം അവൾ എന്നെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഒരുപോലെ ചേർത്ത് പിടിച്ചത് ഇന്നും അനുഭവിക്കുന്നത് പോലെ. തന്നിലൊന്നും പ്രതീക്ഷിക്കാതെ, തന്നെ മുതലെടുത്ത് സ്വത്തും പണവും തെട്ടിയെടുക്കാതെ, എഗ്രിമെൻ്റ് പ്രകാരമുള്ള പൈസ പോലും വാങ്ങാതെ, തന്നോട് ഒരധികാരമോ അവകാശമോ കാണിക്കാതെ തന്നെ പ്രണയിച്ച എഗ്രിമെൻ്റ് ആയിരുന്നിട്ട് പോലും തൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ എപ്പോഴും ഒരു കരം കൊണ്ട് അവൾ സംരക്ഷിച്ചിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അവൾ തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ ചവിട്ടി വേദനിപ്പിക്കുന്ന പോലെ ഒരിക്കലും അച്ഛനെ വേദനിപ്പിക്കില്ല കേട്ടോ. അമ്മ കൂടെയില്ലെങ്കിലും അച്ഛനെ ബുദ്ധിമുട്ടിക്കല്ല കേട്ടോ. ഇങ്ങനെ ഇത്രയും ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി തന്നെ പ്രണയിച്ച അവളെ താനും എപ്പോഴോ അറിയാതെ പ്രണയിച്ചിരുന്നു. പക്ഷേ തൻ്റെ ഉള്ളിലെ ഈഗോ അത് അവളോട് തുറന്നു കാട്ടുന്നതിൽ നിന്നും അകറ്റി. പക്ഷേ തൻ്റെ ഉള്ളിലെ പ്രണയം അടക്കി നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ ആണ് ഉറങ്ങിക്കിടക്കുന്ന അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിക്കുന്നത്. ആ അവളോടുള്ള വാശിക്കാണ് താൻ തൻ്റെ കുഞ്ഞിൻ്റെ വളർച്ച പോലും അറിയാനായി സ്കാനിങ് സമയത്തോ ആ റിപ്പോർട്ടുകൾ പിന്നീട് നോക്കാനോ തയ്യാറാവാതെ ഇരുന്നത്. തൻ്റെ കുഞ്ഞിനെ ഈ ഭൂമിയിൽ എത്തിച്ചതിന് ശേഷം അവളെയും തൻ്റെ ജീവിതത്തിൽ എന്നേക്കുമായി കൂടെ കൂട്ടാനിരുന്നതാണ് താൻ. പക്ഷേ വൈകിപ്പോയി. അഭിമാനമുള്ള അവൾ തൻ്റെ വാക്കു പാലിച്ചു. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഇത്രത്തോളം തന്നെ പ്രണയിച്ചു.